Hi students, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുദ്ര PMMY സ്കീംസ്, ദാറ്റ് ഇസ് പ്രധാനമന്ത്രി മുദ്ര യോജന, അതുപോലെ സ്പെഷ്യൽ എക്കണോമിക് സോൺസ്, ഇതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്. And also the industrial estates, about industrial estates. So today we are moving on to the green channel clearance. Green channel clearance അതുപോലെ ബ്രിഡ്ജ് ക്യാപിറ്റൽ ഇങ്ങനെയുള്ള കുറച്ച് ഫെസിലിറ്റീസും പ്രൊവൈഡഡ് ആണ്. അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് ഗ്രീൻ ചാനൽ ക്ലിയറൻസ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് എ ന്യൂ വെഞ്ചർ കുറേ ലീഗൽ ഫോർമാലിറ്റീസ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എ ഹെർക്കുലിയൻ ടാസ്ക് ഫോർ ദ ഓൺടർപ്രീനേഴ്സ് ടു ഗെറ്റ് ദ ക്ലിയറൻസ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ഗവൺമെൻറ്റിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റും പല ലോക്കൽ ബോഡീസിൽ നിന്നൊക്കെ നമുക്ക് ഒരു ലൈസൻസും ക്ലിയറൻസും ഒക്കെ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഓപ്പറേഷൻസിന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ചാനലാണ് ദിസ് ഗ്രീൻ ചാനൽ സ്കീം. സോ ഗ്രീൻ ചാനൽ ഇസ് ജനറലി എ കമ്മിറ്റി അണ്ടർ ദ ഡിസ്ട്രിക്ട് കളക്ടർ വിത്ത് ദ റെലവൻറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് ആസ് മെമ്പേഴ്സ്. ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിലുള്ളതാണ് ഈ ഗ്രീൻ ചാനൽ. ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഹെഡ്. അതിൽ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് ഉണ്ടാവും. അവരാണ് ഇതിൻ്റെ മേജർ മെമ്പേഴ്സായിട്ട് വരുന്നത്. അപ്പോൾ ക്ലിയറൻസസിനൊക്കെ എല്ലാ രീതിയിലുള്ള ക്ലിയറൻസ്, ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട ക്ലിയറൻസ് ഒക്കെ കുറച്ചുകൂടി സ്പീഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ ചാനൽ ക്ലിയറൻസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി തന്നെ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ മോസ്റ്റ് ഓഫ് ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 10 lakhs ആയിരിക്കും. സോ അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രയർ ക്ലിയറൻസ് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്മിറ്റീസ് ആയിരിക്കും. ആൻഡ് ഇൻസ്റ്റഡ് ദീസ് കമ്മിറ്റീസ് വിൽ ഗീവ് എക്സ് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് ഓൺ ഇൻറ്റിമേഷൻ ഫ്രം ദ യൂണിറ്റ്സ്. അവരൊരു എക്സ് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് കൊടുക്കും. പക്ഷെ നേരത്തെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ആൻഡ് ദ ന്യൂ യൂണിറ്റ്സ് വിൽ ബി ഹെൽപ്പ് ബൈ ദ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ, DICs എന്ന് പറഞ്ഞവരായിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും ബാക്കിയുള്ള ആക്സിലും ലൊക്കേഷനും രജിസ്ട്രേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോസസ്സിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദ 45 days. 45 ദിവസത്തിനുള്ളിൽ എല്ലാ രീതിയിലുള്ള ക്ലിയറൻസസും നമ്മുടെ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസുകൾക്ക് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ് ദിസ് ഗ്രീൻ ചാനൽ ക്ലിയറൻസസ്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഹെൽപ്പ് ഓർ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗിവൻ ബൈ ദി ഗവൺമെൻറ് അല്ലേ. എല്ലാ രീതിയിലുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. ഇൻ വിച്ച് ദ ഹെഡ് വിൽ ബി ദ ഡിസ്ട്രിക്ട് കളക്ടർ ഹു വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസേഴ്സ് ആസ് എ മെമ്പേഴ്സ്. ആൻഡ് ദേ വിൽ ഗീവ് ദ സൊല്യൂഷൻസ് ഓർ സ്പീഡി സൊല്യൂഷൻ അറൈവ് ചെയ്യാൻ നമ്മൾ ഓൺടർപ്രിനേഴ്സിന്. അതാണ് ഈ ഒരു ഗ്രീൻ ചാനൽ ക്ലിയറൻസിൻ്റെ തന്നെ പർപ്പസ്. നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട് ദ ബ്രിഡ്ജ് ക്യാപിറ്റൽ. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്മോൾ ടൈപ്പ് ഓഫ് ഫിനാൻസ്. ഇപ്പം നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ പല ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഭയങ്കര കൂടുതലാണ്. ഫിക്സ്ഡ് ക്യാപിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ വേരിയബിൾ ക്യാപിറ്റൽ ആണെങ്കിലും ഇനീഷ്യൽ ടൈമിൽ നമുക്ക് കുറേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം. അത് ഫിക്സ്ഡ് ക്യാപിറ്റലാണ്. ലാൻഡ്, മെഷീനറി അതെല്ലാം പർച്ചേസ് ചെയ്യാൻ വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ വന്നു ഡെയിലി യൂസുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെയിലി ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് വേണം. അതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ബിസിനസ് യൂണിറ്റ് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് തരുന്ന ആരായിരിക്കും? നമുക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഒക്കെയാണ് നമുക്ക് തരുന്നത്. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് സാങ്ഷനായി അപ്ലിക്കേഷനും സാങ്ഷനും ഡിസ്ബേഴ്സലും തമ്മിലൊക്കെ വലിയ ഗ്യാപ്പ് ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷമേ അത് സാങ്ഷൻഡ് ആവുള്ളൂ. സാങ്ഷനായി തന്നെ അത് ലോൺ ഡിസ്ബേഴ്സ്ഡായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമ്പോഴേക്കും അത് പിന്നെയും കാലതാമസം വരും. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് കിട്ടാതെ വരും. ടൈം ലാഗ് കൊണ്ട്. ഈ ടൈം ലാഗിനെ നമുക്ക് അല്ലെങ്കിൽ ടേം ലോൺസിൻ്റെ ഡിസ്ബേഴ്സിന് ഉണ്ടാകുന്ന ടൈം ലാഗിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപിറ്റലാണ് ദിസ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. സോ ദേ വിൽ ഗീവ് എമൗണ്ട്, ഒരു ഇനീഷ്യൽ നമ്മുടെ ഗവൺമെൻറ് ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഫിനാൻസ് അല്ലെങ്കിൽ ലോണായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് നമ്മുടെ ടേം ലോൺസ് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? അത് തിരിച്ചടയ്ക്കുന്നതായിരിക്കും അല്ലേ. ഇതിൻ്റെ റീപേയ്മെൻറ്റ് ഒരു 6 മാസം അത്രയൊക്കെ നമ്മൾ കമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ തരത്തുള്ളൂ. ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ആയതുകൊണ്ട് 6 മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം ഓൺ ദി റിസീവൽ ഓഫ് ദിസ് മെയിൻ ക്യാപിറ്റൽ. മെയിൻ ലോൺ ഡിസ്പേഴ്സ്ഡ് ആവുന്ന ടേം ലോൺസ് ഡിസ്പേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്തു തുടങ്ങിയിരിക്കണം. അതാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അപ്പോൾ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ ഗ്രീൻ ചാനൽ ക്ലിയറൻസും പറഞ്ഞു. പിന്നെ ഒരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദിസ്
സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റലിനെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രൊമോട്ടറിൻ്റെ കോൺട്രിബ്യൂഷനെ വേണമെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റിന് വേണ്ടി ഓരോരോ പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ എമൗണ്ടിനെ നമ്മൾ സീഡ് ക്യാപിറ്റൽ എന്ന് പറയും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത്രത്തോളം എമൗണ്ട് ഉണ്ടാവണമെന്നില്ല ഓൺട്രപ്രനേഴ്സിൻ്റെ കയ്യിൽ. അപ്പം എന്ത് ചെയ്യും, നമ്മുടെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദിസ് ഓൺട്രപ്രീനിയൽ ഡെവലപ്മെൻറ്റ് അവരായിരിക്കും നമുക്ക് സീഡ് ക്യാപിറ്റൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബേസ്ഡ് ഓൺ ദി percentage of loan sanctioned by the central the financial institution. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബാക്കി ഫണ്ട് ചോദിക്കുന്നതിന് ഒരു ബേസിസിൽ നമുക്കൊരു സീഡ് ക്യാപിറ്റലിൻ്റെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ആൻഡ് ചില കാറ്റഗറി ഓഫ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഓൺട്രപ്രനേഴ്സിനാണ് നമുക്ക് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കിട്ടുക, എല്ലാവർക്കും കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഓൺട്രപ്രനേഴ്സ്, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലെ പുതിയ ഒരു ടെക്നോളജി വെച്ച് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഓൺട്രപ്രനർ, അവിടെ സീഡ് ക്യാപിറ്റൽ 4 ലക്ഷം ഒക്കെ ആവശ്യം വരുന്നതാണെങ്കിൽ there we will give a seed capital in assistance. Then small scale entrepreneurs who undertake the expansion or modernization, നമ്മുടെ ബിസിനസ് മോഡേണൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാനോ ഒക്കെ താല്പര്യപ്പെടുന്ന കുറച്ച് ഓൺട്രപ്രനേഴ്സ് ഉണ്ടാവും, അവർക്കും ഇതുപോലെ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് കൊടുക്കും. പിന്നെ ഒരു സിക്കായിട്ടുള്ള യൂണിറ്റ്, ഒട്ടും ഡെവലപ്മെൻറ്റ് ഇല്ല അല്ലെങ്കിൽ ഒട്ടും പ്രോഫിറ്റ് ഉണ്ടാവാത്തൊരു യൂണിറ്റിനെ എടുത്ത് റിവൈവ് ചെയ്യിപ്പിക്കാൻ, റീസ്റ്റോർ ചെയ്യിപ്പിക്കാൻ, റിന്യൂവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ഓൺട്രപ്രനേഴ്സ് ഉണ്ടാവും, അവർക്കും നമ്മൾ സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അഡീഷണൽ സീഡ് ക്യാപിറ്റൽ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫിക്സ്ഡ് അസറ്റ്. ചില ഓൺട്രപ്രനേഴ്സിന് ഫിക്സ്ഡ് അസറ്റ്സിനെ ഇപ്പം അതിൻ്റെ വ്യത്യാസം വന്നു, ഇപ്പോൾ വിലകൾക്കൊക്കെ ഭയങ്കര കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യണം, ലാൻഡ്, മെഷീനറി, അതിനെല്ലാം കൂടുതൽ ഫേസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസിസ്റ്റൻസ് ക്യാൻ ബി പ്രൊവൈഡഡ്. ദെൻ ഓൺട്രപ്രനേഴ്സ് ആർ ടെക്നിക്കലി ക്വാളിഫൈഡ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള പ്രൊഫഷണൽസിലെല്ലാം നമുക്ക് സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഫോർ ദി പ്രൊഫഷണലി ക്വാളിഫൈഡ്, ഫോർ ദോസ് ഹു ആർ എക്സ്പീരിയൻസ് ആൻഡ് ഹു ആർ ഹാവിങ് എ സ്പെഷ്യൽ സ്കിൽ ഇൻ ട്രേഡ്, ഒരു ബിസിനസ് ചെയ്യാനുള്ള സ്പെഷ്യൽ സ്കിൽ അറിയുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള ഓൺട്രപ്രനേഴ്സിനാണെങ്കിലൊക്കെ നമ്മൾ ഒരു സീഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് കോൾഡ് സീഡ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത ഗ്രീൻ ക്ലിയറൻസ്, ഗ്രീൻ ചാനൽ ക്ലിയറൻസ്, അതുപോലെ ബ്രിഡ്ജ് ലോണും സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസുമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മളുടെ ഒരുവിധം ലോൺസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി പഠിക്കേണ്ടത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ദ സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഓൺട്രപ്രീനിയർ ഡെവലപ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഓൺട്രപ്രീനർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിന് ശേഷമാണ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മുടെ കൺട്രിയിൽ വരുന്നത്. അപ്പോൾ തന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസ് ആയിട്ട് തുടങ്ങാതെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ആക്കി തുടങ്ങിയാൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ റീജിയണൽ ബേസിസിൽ തുടങ്ങാൻ പറ്റും, റീജിയണൽ ബാലൻസ് ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും പ്രൊവൈഡ് ചെയ്യാനും അതിന് വേണ്ടി ഓൺട്രപ്രനേഴ്സിന് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും എല്ലാം നമ്മൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. EDP എന്ന് പറയും, ഓൺട്രപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതുപോലെ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യും ഇൻ കേസ് ഓഫ് ഫണ്ട്സ് ആവശ്യം. ഫണ്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫ് ബ്ലഡ് അല്ലെ, ഒരു എൻ്റർപ്രൈസിൻ്റെ തന്നെ ഒരു ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപിറ്റലാണ്, ഫിനാൻസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറേ യൂണിറ്റുകളുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഏജൻസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതെ ദാറ്റ് വി വോണ്ട് ടു ഡിസ്കസ്. ഓഫ് വിച്ച് ദ ഫസ്റ്റ് വൺ ഈസ് EDII, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഇതാണ് ഫസ്റ്റ് special agency or special institution reserved for the development of entrepreneurs. So EDII, Entrepreneurship Development Institute of India, which was registered under the Society Registration Act of 1860. 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിൻ്റെ കീഴിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ പബ്ലിക് ട്രസ്റ്റ് ഇൻ 1950. രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ, എന്ന് വെച്ചാൽ പബ്ലിക് ട്രസ്റ്റ് ആക്റ്റും അതുപോലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിലുമാണ് ഇത് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗുജറാത്ത് ഗവൺമെൻറ് ഇൻ കൊലാബറേഷൻ വിത്ത് ദ ഓൾ ഇന്ത്യ ലെവൽ. ഓൾ ഇന്ത്യ ഗവൺമെൻറ്റായിട്ട് ചേർന്നിട്ടാണെങ്കിൽ ഗുജറാത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഇതിൽ കൂടുതൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. And this is an initiative of the central government. അപ്പം EDII എന്ന് പറഞ്ഞ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് അല്ല, അതൊരു നോൺ പ്രോഫിറ്റ് NGO പോലെ വർക്ക് ചെയ്യുന്നതാണ്. എന്നാൽ അവർക്ക് കുറച്ച് അതൊരു അപ്പെക്സ് ബോഡിയാണ്, അവർക്ക് കുറച്ച് സപ്പോർട്ടൊക്കെ ഉണ്ട് ബാക്കി ബാങ്കുകളിൽ നിന്ന്. IDBI, SBI, ICICI, അതുപോലെ IFCI അങ്ങനെയുള്ള ബാങ്കുകളുടെ കുറച്ച് സപ്പോർട്ടുണ്ട്. അവർ എന്ത് ചെയ്യും, ഓൺട്രപ്രീനർഷിപ്പിനെ ട്രെയിൻ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ, റിസർച്ച് ആക്ടിവിറ്റി ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി EDIIയുടെ ഫങ്ഷൻസ് ആയിട്ടും വരുന്നത്. അപ്പോൾ ഇതിന് മേജർ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
The first one is providing opportunity for self-employment. എല്ലാ ഓൺടർപ്രണേഴ്സിനും ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് അവരെ കൊണ്ടുവരിക. ദെൻ ഗിവിങ് സപ്ലൈയിങ് ദ കോമ്പിറ്റൻറ്റ് ഓൺടർപ്രണേഴ്സ് ടു ട്രെയിനിങ്. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏറ്റവും കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യലായ ഓൺടർപ്രണേഴ്സ് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക. ദെൻ ട്രൂ സ്പിരിറ്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് അവരുടെ മനസ്സിലേക്ക് കയറ്റുക. പിന്നെ മൈക്രോ എൻ്റർപ്രൈസുകളെല്ലാം നമ്മുടെ റൂറൽ ഏരിയാസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ട്രെയിനറിന് തന്നെ മോട്ടിവേറ്റേഴ്സ്, അപ്പോൾ ഓൺടർപ്രണേഴ്സിന് ട്രെയിനേഴ്സിനെ വേണം. അപ്പോൾ ആ ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് പുതിയ നോളജും ഇൻസൈറ്റ്സ് ഒക്കെ കൊടുക്കുക. ഇപ്പോഴുള്ള ട്രെയിനിങ് തിയറീസ് എന്താ, ഓൺടർപ്രണർ തിയറീസ് എന്താ, എങ്ങനെയാണ് പ്രാക്ടീസ്, തിയറി ആൻഡ് പ്രാക്ടീസ് എന്താണ്, എങ്ങനെ നമുക്ക് കൂടുതൽ എൻട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ മാനേജറൽ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള മേജർ ഫങ്ഷൻസ് ആണ് EDII പ്രൊവൈഡ് ചെയ്യുന്നത്. And in order to accomplish these objectives, they are having collaborations with different outside and inside India. അതിനു വേണ്ടി തന്നെ EDII പല ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡുമായിട്ട് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന പല ആക്ടിവിറ്റീസാണ് ദ റിസർച്ച് ഡെവലപ്മെൻറ്റ്, അതുപോലെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. റിസർച്ച് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഇപ്പോൾ മോട്ടിവേഷൻ ട്രെയിനിങ് ആണെങ്കിലും ഏതൊക്കെ പ്രൊഡക്ട്സിലാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് ട്രെയിനിങ് മെത്തേഡ്സാണ് നല്ലത്, അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പേർട്സ് എവിടെ നിന്നാണ്, പോസ്റ്റ് ട്രെയിനിങ് സപ്പോർട്ട് എന്തൊക്കെയാണ്, ഫോളോ അപ്പ് എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വരുന്നത്. അതുപോലെ ട്രെയിനിങ്ങിലാണെങ്കിൽ അവർ ഓൺടർപ്രണേഴ്സിന് വേണ്ടി അവയർനെസ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യും, ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനേഴ്സിനെയും മോട്ടിവേറ്റേഴ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാംസ്, അതുപോലെ ടെക്നോളജി ബേസ്ഡ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ട്രേഡ്സ് അല്ലാതെ തന്നെ അവർക്ക് വേണ്ടി ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെയുള്ള സപ്പോർട്ടും EDII കൊടുക്കുന്നുണ്ട്. സോ ദിസ് ആർ ദ മേജർ ഫങ്ഷൻസ് ആൻഡ് ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് EDII. ഓക്കെ, ദ നെക്സ്റ്റ് ഏജൻസി അല്ലെങ്കിൽ അവർ വേറെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ ഓഫ് വിമൻ ഓൺടർപ്രണേഴ്സ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ്. വിമൻ ഓൺടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനും EDII കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. വിമൻ ഓൺടർപ്രണേഴ്സിനെ മുന്നോട്ട് വന്ന് അവർ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുക, അവർ സെൽഫ് കോൺഫിഡൻസ് അവരിൽ ക്രിയേറ്റ് ചെയ്യുക, സ്യൂട്ടബിൾ ടെക്നോളജി അവർ പഠിപ്പിക്കുക. ഇപ്പോൾ ഓൺടർപ്രണേഴ്സിന് വിമൻ ഓൺടർപ്രണേഴ്സ് കൂടുതലും അവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ഒരു ടൈലറിങ് ഷോപ്പ് അല്ലെങ്കിൽ ബ്യൂട്ടി സലൂൺസ്, അങ്ങനെയുള്ള ട്രെയിനിങ്സ് എന്താണ് അവരുടെ ഇഷ്ടമെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ ഒരു EDIIയുടെ ഫംഗ്ഷനാണ്. ആൻഡ് ഓൾസോ ദേ ഗീവ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സെൻറ്റർ ഫോർ ഓൺടർപ്രണീറിയൽ ഇനീഷ്യേറ്റീവ്സ്. ഓൺടർപ്രണീറിയൽ ഇനീഷ്യേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൻറ്റേഴ്സും ഉണ്ടാക്കുന്നത്, അതുപോലത്തെയുള്ള സെൻറ്റേഴ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒരു EDIIയുടെ ഫംഗ്ഷനാണ്. സോ EDII is mainly focused on mainly 4 functions, that is research and development, training and development, then promotion of women entrepreneurs, and also establishment of the center of entrepreneur initiatives. The second one is SIDBI. SIDBI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഇത് IDBIയുടെ ഒരു സബ്സിഡറിയാണ്. IDBI ബാങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ സബ്സിഡറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് SIDBI. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മളുടെ ഓൺടർപ്രണേഴ്സിനെ അതുപോലെ ഇൻഡസ്ട്രീസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ദ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് SIDBI. They also give direct assistance, indirect assistance and support services. ഡയറക്റ്റും ഇൻഡയറക്റ്റും അതുപോലെ സപ്പോർട്ട് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മേജർ ഫങ്ഷൻസ് ആണ് ഡയറക്റ്റ് അസിസ്റ്റൻസും അതുപോലെ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് അസിസ്റ്റൻസ്. ഡയറക്റ്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താ, എങ്ങനെ പ്രൊജക്റ്റുകൾ SSI യൂണിറ്റ്സിന് ഇപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങണം അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം, ഡൈവേഴ്സിഫൈ ചെയ്യണം, മോഡേണൈസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ ദ SIDBI പ്രൊവൈഡ്. ദെൻ മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, എങ്ങനെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കോ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് നമ്മുടെ പ്രൊഡക്ട്സിനെ ഇറക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലീസിങ് ആൻഡ് ഹയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക. അതുപോലെ എക്സ്പോർട്ട് യൂണിറ്റ്സിനെയൊക്കെ ഓറിയൻറ്റ് ചെയ്ത് സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് മേജർ ഓർ ഡയറക്റ്റ് അസിസ്റ്റൻസ് ആയിട്ട് SIDBIയുടെ വരുന്നത്. അതേപോലെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ എക്സ്പോർട്ട് യൂണിറ്റുകൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫണ്ടിങ് വേണം, അതിനുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിനുള്ള അസിസ്റ്റൻസ്, എക്സ്പോർട്ട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രീ ഷിപ്മെൻറ്റ് ക്രെഡിറ്റ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മളൊരു ഷിപ്മെൻറ്റ് ചെയ്യാൻ പോകുക, അപ്പോൾ അതിന് മുമ്പേ നമ്മൾ അതിനൊരു ഗ്യാരണ്ടി പോലെ കൊടുക്കുക, നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നതിന് ഗ്യാരണ്ടി കൊടുക്കുക. അങ്ങനെയുള്ള സപ്പോർട്ടെല്ലാം, അല്ലെങ്കിൽ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞായിരുന്നു സീഡ് ക്യാപിറ്റലിലൊരു ഡെഫിഷ്യൻസി വരുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെല്ലാം SIDBIയുടെ ഫങ്ഷൻസ് ആണ്. ആൻഡ് ഓൾസോ ദേ
പ്രൊമോട്ട്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓറിയൻ ഇൻഡസ്ട്രി. ഇപ്പോൾ സെമി അർബൻ ഏരിയാസിൽ എംപ്ലോയ്മെൻറ്റ് കൂട്ടുന്ന രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫാക്ടറിങ് ആൻഡ് ലീസിങ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ മേജർ ഫങ്ഷൻസ് ഓഫ് സിഡ്ബി ആണ്. ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ആക്ട് സർവീസസും ഉണ്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ HRD ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ, ടെക്നോളജി അപ്ഗ്രഡേഷൻ, ക്വാളിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ, ഇൻഫർമേഷൻ ഡിസ്ക്രിമിനേഷൻ, അങ്ങനെയുള്ള എല്ലാ ഡെവലപ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് സർവീസസും സിഡ്ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിഡ്ബി എന്ന് പറഞ്ഞാൽ IDBIയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവർ ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. 3 types of functions are there: direct assistance, then other specific assistance, and also the development and support services. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു EDIA, സെക്കൻഡ് വൺ ഇസ് ദിസ് സിഡ്ബി, തേർഡ് ഇസ് NISBED, ദാറ്റ് ഈസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഈ പറയാൻ പോകുന്ന 5 എണ്ണമാണ് നമ്മൾ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന്. അപ്പം തേർഡ് വൺ ആയിട്ട് തന്നെ NISBED ആണ്. NISBED എന്ന് പറയുന്നത് എന്താ? National Institute for Entrepreneurship and Small Business Development. This is also very important. It was established in 1983 by the Ministry of Industry, Government of India. Government of India നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതായത് NISBED. അവരൊരു അപ്പെക്സ് ബോഡിയാണ്. എല്ലാ ഇവരുടെ കീഴിലുള്ള ഇപ്പം നമ്മൾ പറഞ്ഞ DICs ആണെങ്കിലും സിഡ്ബി ആണെങ്കിലും അവരുടെയൊക്കെ ഒരു ഓവറോൾ കൺട്രോൾ ചെയ്യുന്നത് NISBED ആണ്. അപ്പോൾ അവരാണ് നാഷണൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ റെക്കമെൻഡേഷന് ബേസ് ഉണ്ടായത്. അവർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, പുതിയ പ്രോഗ്രാംസ് ഒക്കെ ഫിക്സ് ചെയ്യുക, ഇതൊക്കെ അവരുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് വരും. ആൻഡ് ദേ സെർവ് ആസ് ദ അപ്പെക്സ് നാഷണൽ ലെവൽ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈ സ്പീഡിങ് അപ്പ് ദ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഓൾ ഓവർ ദ കൺട്രി. ഓൾ ഓവർ ദ കൺട്രി ഉള്ള ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് NISBED ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ദേ ഗീവ് ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. ദേ സ്പോൺസർ ദ EDP. ചില സമയത്ത് നമ്മൾ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ സ്പോൺസേർഡ് ബൈ NISBED എന്ന് കാണും. അപ്പോൾ സ്പോൺസർഷിപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനീസിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, പ്രൊമോട്ടേഴ്സിന്, അതുപോലെ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം NISBED പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള മൊഡ്യൂൾസ് സെറ്റ് ചെയ്യുക, മോഡൽ സിലബസൊക്കെ സെറ്റ് ചെയ്യുക, പ്രൊസീജിയേഴ്സ് ഫോർമുലേറ്റ് ചെയ്യുക, സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, ദെൻ സപ്പോർട്ടിങ് ഇൻ ക്യാരി ഔട്ടിങ് ദ EDP പ്രോഗ്രാംസ്, ദെൻ ട്രെയിനിങ് എയ്ഡ്സും മാനുവൽസും ടൂൾസൊക്കെ ഡെവലപ്പ് ചെയ്യുക, അതെല്ലാം ഓർഗനൈസ് ചെയ്യുക ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്, ദെൻ ഫെസിലിറ്റേറ്റ് ആൻഡ് സപ്പോർട്ട് സെൻട്രൽ സ്റ്റേറ്റ് ആൻഡ് അതർ ഏജൻസീസ് ഫോർ കണ്ടക്ടിങ് ദിസ് EDP. ഇപ്പോൾ EDP ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ് NISBED പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രെയിനിങ് ആണെങ്കിലും റിസർച്ച് ആൻഡ് എക്സ്ചേഞ്ച് എക്സ്പീരിയൻസും ഇതെല്ലാം. അപ്പം ഇവർ കൂടുതലും കൊടുക്കുന്നത് ട്രെയിനിങ്, നമ്മുടെ ട്രെയിനേഴ്സിനും അതുപോലെ ഓൺടർപ്രണേഴ്സിനും പ്രൊമോട്ടേഴ്സിനും ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും ഒരു എൻ്റർപ്രൈസ് ലോഞ്ചിങ്ങിനും മാനേജ്മെൻറ്റിനും ഒക്കെ. അതുപോലെ ട്രെയിനേഴ്സിൻ്റെ സപ്പോർട്ട് ഓർഗനൈസേഷൻ, അക്രഡിറ്റേഷൻ പ്രോഗ്രാം ഫോർ ദ ഓൺടർപ്രണർ ട്രെയിനിങ്, മോട്ടിവേഷൻ ട്രെയിനേഴ്സ്, സ്മോൾ ബിസിനസ് പ്രൊമോഷൻ പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് ഒരു NISBEDിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. സോ തേർഡ് വൺ വാസ് ബൈ NISBED. ഫസ്റ്റ് EDIA, SIDBI and NISBED. Fourth one is NSIC, that is National Small Industries Corporation. National Small Industry Corporation head office ഡൽഹിയിലാണ്. It was set up in 1995 ഉണ്ടായത് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇതിന് 4 റീജിയണൽ ഓഫീസ് ഉണ്ടായിരുന്നു: ഡൽഹി, ദെൻ മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത, ആൻഡ് 7 ബ്രാഞ്ച് ഓഫീസുകളുണ്ടായിരുന്നു. ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NIC ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ മെഷീനറീസ്, അത് ലീസിലാണെങ്കിലും അല്ലെങ്കിൽ ഹയറിലാണെങ്കിലും ഒക്കെ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുക, ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുക, എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ അല്ലെങ്കിൽ മെഷീൻസ് പ്രൊവൈഡ് ചെയ്യുക, മാർക്കറ്റ് ഫെസിലിറ്റീസ് എല്ലാം, റോ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂഷൻ ഈസിയർ ആക്കുക, ആൻസിലറി യൂണിറ്റ്സ് കൊടുക്കുക, അങ്ങനെയുള്ള മെഷീനറി റിലേറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്ട്സിന് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ട്രേഡ്സിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, പബ്ലിസിറ്റി കൊടുക്കുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ പ്രൊഡക്ട്സിൻ്റെ, ഇതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് NIC ആയിട്ട് വരുന്നത്. ഇതൊരു കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, ലിമിറ്റഡ് കമ്പനി ആയിട്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ് വന്നത്.
ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോ ഡിസ്ട്രിക്റ്റിലായിട്ട് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആൻഡ് ദിസ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ മെയ് 1978. കുറേ നാളുകൾക്ക് മുമ്പായിരുന്നു ഇത് വന്നത്. സ്മോൾ യൂണിറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിലെ ഒരു ഓഫീസ് ഉണ്ടാവും. അവിടെ ചീഫ് കോർഡിനേറ്ററും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. അവരാണ് മെയിൻലി ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എംപ്ലോയീസിന് കൊടുക്കുക, അല്ലെങ്കിൽ ദിസ് യൂത്തിനെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ഗവൺമെൻറ് സ്കീംസ് ന്യൂ ഓൺടർപ്രണേഴ്സിനുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ്സ് ഒക്കെ അവൈലബിൾ ആക്കുക. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, ദെൻ സിംപ്ലിഫൈ ദ പ്രൊസീജിയേഴ്സ് റിക്വയർഡ് ഫോർ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഒരു ന്യൂ SSI വരുമ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ്, റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക, ടൈം ആൻഡ് എഫേർട്ടൊക്കെ മിനിമൈസ് ചെയ്ത് കൊടുക്കുക, അവർക്ക് കുറച്ചുകൂടെ പെർമിഷൻ ലൈസൻസ് ഒക്കെ പെട്ടെന്ന് കൊടുക്കുക. അതൊക്കെയാണ് DICയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ അവർ ടെക്നിക്കൽ അഡ്വൈസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ഓൺടർപ്രണേഴ്സിന് വേണ്ടി. ഏത് പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത് മുന്നോട്ട് പോകാൻ വേണ്ടി, അതുപോലെ എങ്ങനെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ അതുപോലെ പെർമനൻറ്റ് രജിസ്ട്രേഷനൊക്കെ എടുക്കും, അതേപോലെ ക്ലിയറൻസുകളൊക്കെ എങ്ങനെ കളക്ട് ചെയ്യാം, അസിസ്റ്റൻസ് എന്താ ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ചില ഇൻഡസ്ട്രീസിനൊക്കെ ഇമ്പോർട്ട് വേണ്ടി വരും, റോ മെറ്റീരിയൽസൊക്കെ ഫോറിനിലായിരിക്കും, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള സപ്പോർട്ട്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലീഡ് ബാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ നാഷണൽ ബാങ്കുകളിൽ നിന്നൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പ്. ആൻഡ് ഓൾസോ ടു ഗീവ് ട്രെയിനിങ് ടു ദ റൂറൽ ഓൺടർപ്രണേഴ്സ് ആൻഡ് ഓൾസോ റെക്കമെൻഡ് ദ ലോൺ ആപ്ലിക്കേഷൻസ് ഒക്കെ റെഡിയാക്കി കൊടുക്കുക. അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസും DICs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ DICs ആർ സപ്പോസ് ടു പ്രൊവൈഡ് ദ പ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അസിസ്റ്റൻസ്. മുന്നേ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് മുന്നും പിന്നെ ആ സമയത്തും ഒക്കെയുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം DICയിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീസിനെ ഓൺടർപ്രണർഷിപ്പിനെ സെൽഫ് ഡെവലപ്മെൻറ്റ് ഈക്വലി ഡെവലപ്പ് ചെയ്യുക എന്നതാണ് DICയുടെ ഫങ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടലി നമ്മൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ വാസ് EDII, സെക്കൻഡ് ഇസ് SIDBI, തേർഡ് ഇസ് NISBUD, ഫോർത്ത് വൺ ഇസ് DICs ആൻഡ് ദ ഫിഫ്ത്ത് വൺ DIC വരെ. ഇത്രയാണ് നമ്മളുടെ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിച്ച് ഹെൽപ്പ് ഇൻ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻസ്. ഓക്കെ, സോ വിത്ത് ദിസ് അവർ മൊഡ്യൂൾ ഇസ് കംപ്ലീറ്റഡ്. നമ്മളുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ സബ്ജക്റ്റ് യു ക്യാൻ കോൺടാക്ട്. അതുപോലെ ഇതുവരെ ഞാൻ അസൈൻമെൻറ്റ്സ് തന്നിട്ടില്ല. ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ലാസ്റ്റ് അസൈൻമെൻറ്റും കൂടെ തരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് വിച്ച് ഇസ് സ്റ്റാർട്ടിംഗ് വൺ EDII, അത് തൊട്ടുള്ള DIC വരെയുള്ളതിനെ പറ്റിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ ഓൺടർപ്രണർ ഡെവലപ്മെൻറ്റ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് എനിക്ക് ഗ്രൂപ്പിലും അതേപോലെ CMS ആ ഒരു മെയിൽ ID ഞാൻ ഗ്രൂപ്പിൽ തന്നിരിക്കലേക്കും സെൻഡ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.